ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീയുടെ മുന്നിൽ എങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആക്കാമെന്നും അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇല്ലാതാക്കി കളയുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ടാക്കും. അത് ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ ആക്കി മാറ്റാം, അതിനായി സഹായിക്കുന്ന ഒരു 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നതാണ് അപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. പൊതുവെ സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ ചോദ്യത്തിന് മറുപടി നൽകുക എന്ന് പറയുന്നത് അത്രത്തോളം ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ ചിലരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടേ എന്ന് കരുതിയിട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും. ചിലതെന്ന് പറഞ്ഞാൽ ഒട്ടും ആവശ്യമല്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒട്ടും പ്രസക്തമല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുക, അതിനുള്ള മറുപടി പറയുക, അതിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്ത്രീകളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് പ്രസക്തമായ അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഒരിക്കലും അപ്രസക്തമായ ക്വസ്റ്റ്യൻസ് സ്ത്രീകളോട് ചോദിക്കരുത്. സ്ത്രീകളോടൊന്നും മാത്രമല്ല, ആരോടായാലും നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു സംസാരത്തിലൂടെ തന്നെ ഒരു ഇംപ്രഷനും കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമതായി പറയുന്നതാണ് വീക്ക് പോസിൽ നിൽക്കരുത്. ചിലരൊക്കെ സ്ത്രീകളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് സംസാരിക്കുന്നതിൽ കുറച്ച് നാണക്കേടും ചമ്മലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, അവരെപ്പോഴും വീക്കായിട്ടുള്ള പോസിലായിരിക്കും നിൽക്കുന്നുണ്ടാക്കുക. ഒടുങ്ങി തൂങ്ങി അല്ലെങ്കിൽ തല കുനിച്ചിട്ട് എവിടെയെങ്കിലും ചാരി നിന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ടാക്കും. അതൊരിക്കലും ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സമയത്തും അവരുടെ മുന്നിൽ സ്റ്റഡി ആയിട്ട് നല്ലൊരു പോസ്റ്ററോട് കൂടി തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും എന്താണ്, അവർക്ക് നമ്മളോട് സംസാരിക്കുന്നതിനും അതേപോലെ തന്നെ ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നേരെ മറിച്ച് അവർ നമ്മളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ സംസാരിക്കുന്നതിൽ നിങ്ങൾക്കൊട്ടും തന്നെ താല്പര്യമില്ല എന്ന രീതിയിലായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ തല കുനിച്ച അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി നിന്ന് ഒടുങ്ങി തൂങ്ങി നിന്നൊക്കെ സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ആ രീതിയിലൊക്കെ ബോഡി ലാംഗ്വേജിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളൊട്ടും കോൺഫിഡൻസ് അല്ല എന്ന രീതിയിലായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാക്കുക. അപ്പോൾ അതും മാറ്റി നിർത്തുക. മൂന്നാമതായി പറയുന്നതാണ് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് സംസാരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളോട് സംസാരിക്കാൻ എന്തെങ്കിലും നാണക്കേടോ അല്ലെങ്കിൽ മടിയോ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഫേസിൽ നോക്കി കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കാറില്ല അല്ലേ? അങ്ങനെയും ചെയ്യാതിരിക്കുക. കാരണം ഒരു വ്യക്തിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു സമയത്ത് അവരുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും, ഒരു സ്ത്രീയോടെന്നല്ല ആരോട് സംസാരിക്കുമ്പോഴും അവിടെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് തന്നെ നിന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാലാമതായി പറയുന്നതാണ് അടുക്കും ചിട്ടയും ഇല്ലാതെ ജീവിക്കുന്നവരെയും പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഈ കാര്യത്തിലെല്ലാം തന്നെ വളരെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാക്കും. ആ ഒരു നീറ്റ്നെസ് അല്ലെങ്കിൽ അച്ചടക്കം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ അവരുടെ എല്ലാ കാര്യത്തിലുണ്ടായിരിക്കും. അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായിരിക്കും, ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിലായാലും, അതല്ല ഇനി താമസിക്കുന്ന റൂമിലാണെങ്കിൽ പോലും മിക്ക ഗേൾസും ഭൂരിഭാഗം എങ്ങനെയായിരിക്കും, വളരെ നീറ്റായി തന്നെ കൊണ്ടു നടക്കുന്നവരായിരിക്കും. അതല്ലാതെ ഉള്ളവർ വളരെ കുറച്ചായിരിക്കും. അപ്പോൾ അവരിങ്ങനെ നീറ്റായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റൊരാളിൽ എങ്ങനെയാണെന്ന് അവർ പൊതുവേ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടും അച്ചടക്കം ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ അലങ്കോലൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ റൂം കൊണ്ട് നടക്കുന്നതെങ്കിൽ അതും നിങ്ങളിലുള്ള ഒരു ഇംപ്രഷൻ ഇല്ലാതാക്കി കളയുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ തന്നെയാണ് അവർ വിചാരിക്കുന്നുണ്ടാക്കുക. കാരണം ഇങ്ങനെയൊക്കെ ഇതിലൂടെ ഓരോന്നിലൂടെയും നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതാണ് അവർ വായിച്ചെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നടക്കുന്നവരെയും പൊതുവേ ഗേൾസിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ്. അടുത്തായി പറയുന്നതാണ് പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്നവരെയും ഗേൾസിന് ഇഷ്ടപ്പെടാറില്ല. അവർ ചിലപ്പോൾ സ്വയം പൊങ്ങച്ചം പറയുന്നുണ്ടാക്കും, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കുശുമ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാക്കും. അതൊക്കെ ഗേൾസിന് അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും പൊതുവെ അത് പുരുഷന്മാരിൽ ഉണ്ടെന്ന് കേൾക്കുന്ന ഒരു സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയായിരിക്കും. അവർ തന്നെ പറയുന്നുണ്ടാകും, ഇയാളെന്താ ഇങ്ങനെ പെണ്ണുങ്ങളെപ്പോലെ അവിടെ പോയി കുറ്റം പറയുന്നു അല്ലെങ്കിൽ കുശുമ്പൊക്കെ കാണിക്കുന്നു എന്ന രീതിയിൽ അവർ തന്നെ പറയുന്നുണ്ടാകും. കാരണം പൊതുവെ ആ ഒരു ബോയ്സിന് അല്ലെങ്കിൽ പുരുഷനൊട്ടും മാച്ച് ആകാത്തൊരു കാര്യമാണ് ഈ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയും ഇവർക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടാറില്ല. അങ്ങനെയുള്ള ആളുകളെയും എന്താണ് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം. പൊങ്ങച്ചത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കാം. അടുത്തതായി പറയുന്നതാണ് അഹങ്കാരത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ അഹംഭാവത്തോട് കൂടിയിട്ടൊക്കെ സംസാരിക്കുന്നവരുണ്ടാകും അല്ലേ? ഞാനെന്ന ഭാവത്തിൽ സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും അങ്ങനെ സംസാരിക്കുന്നവരെയും ഗേൾസിന് പൊതുവെ ഇഷ്ടപ്പെടാറില്ല. ഇത് ഗേൾസിനെന്നല്ല, പൊതുവെ എന്താണ് ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങളിലുണ്ടെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഏഴാമതായി പറയുന്നതാണ്
ഇടയിൽ കയറി സംസാരിക്കുന്നവരെയും പൊതുവെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാറില്ല. സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് അവർ പൊതുവെ സംസാരപ്രിയരാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ അവരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം പോലും അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത്. അവരോടായിരിക്കും പിന്നെയും പോയി സംസാരിക്കാനൊക്കെ ഇവർക്ക് താല്പര്യം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് അവർ സീരിയസ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇടയിൽ കയറി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. ഒരു തവണ നിങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ പോലും പിന്നീട് നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇടയിൽ കയറി സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ പരമാവധി മാറ്റി വയ്ക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. കാരണം നമുക്ക് വീണ്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ നിലനിർത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ത്രീകളോട് പ്രത്യേകിച്ച് അവർ സംസാരിക്കുന്നതിന് ഇടയിൽ കയറി സംസാരിക്കുന്നവർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ലാസ്റ്റ് പോയിന്റായി പറയുന്നതാണ്, അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരെയും അവർക്ക് ഇഷ്ടമല്ല. അവരെന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് അറിയണം. എന്നാൽ മാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അവർക്ക്. ഒരു ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ യെസ് ഓർ നോ അങ്ങനെയുള്ള ഒരു ആൻസറിൽ അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കണ്ടെത്താൻ സാധിക്കാറില്ല. മറിച്ച് ഏതൊരു കാര്യത്തെക്കുറിച്ചായാലും അവർക്ക് എന്താണ് അതിൻ്റെ വള്ളിപുള്ളി തെറ്റാതെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ നിങ്ങളോട് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ തൊട്ടും തൊടായതൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ് നിങ്ങളിലുണ്ടെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു സ്ത്രീയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ മുന്നോട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരിക്കും. എന്ത് തന്നെ ആയാലും ഒരു പെൺകുട്ടിയുമായിട്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇംപ്രഷൻ നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിലാക്കാനും, അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അവരുടെ മുന്നിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷനെ ബെസ്റ്റ് ഇംപ്രഷനാക്കി മാറ്റാനും സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ